അപ്പോൾ അതുപോലെ ഈ ആഴ്ച നമ്മൾ നൈനാമല ചന്തയിലെത്തിയിരിക്കുകയാണ്. ഏകദേശം 1:15 ചന്തയിലെത്തി. കന്നുകൊക്കെ ഇറങ്ങുന്നതേ ഉള്ളൂ. പോത്തുകുട്ടികൾ കണ്ടമാനം വന്നിട്ടുണ്ട്. പോത്തുകുട്ടികളുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ത ശോകമുഖമായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ പോത്തുകുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് പോത്തുകുട്ടികളെ എടുക്കാൻ ആളില്ലെന്ന് തോന്നുന്നു കണ്ടിറക്കാം. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. പല റേറ്റിനുമുള്ള പല കുട്ടികൾ, പല റേറ്റിനുമുള്ള നല്ല വൃത്തിയുള്ള കുട്ടികൾ, ക്രോസ് ബ്രീഡ് കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് വേണ്ടി കുട്ടികളെ എടുക്കണം. നല്ല കുട്ടികളാണ് നിൽക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നിൽക്കുന്ന 20-23 രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇത് 27 രൂപ ചോദിക്കുന്ന മേനി വില ചോദിക്കുന്ന പോത്തുംകുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. 27,000 രൂപ മേനി വില ചോദിക്കുന്ന പോത്തുംകുട്ടികളാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇത്തിരി വില കുറഞ്ഞ് വരുന്നുണ്ട് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ചയെക്കാട്ടി ഇച്ചിരി വില കുറഞ്ഞ് വരുന്നുണ്ട്. ഇനി ഒരു 2-3 ആഴ്ചയുടെ കഴിയുമ്പോൾ നല്ല പറ്റ കുറയും. കന്നിറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പോത്തുകുട്ടികൾ നല്ല രീതിക്ക് വില കുറയും. അങ്ങനെ നമ്മൾ സുഹൃത്തുക്കൾ വന്ന് ഒരു 30 കുട്ടിക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 30 കുട്ടിക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ 30 കുട്ടികളെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഈ റാമ്പിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ്. ഇവിടെ 30 കുട്ടികളെ ഒറ്റ നിരക്കിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വിൽപ്പനയ്ക്കായതുകൊണ്ടാണ് നമ്മൾ എടുത്ത വില പറയാത്തത്. 30 കുട്ടികളെ ഈ ഭാഗത്ത് തന്നെ കെട്ടിയിരിക്കുകയാണ്. അവർക്ക് ഇനിയും കുട്ടികളെ വേണം. 30 കുട്ടികളെ എടുത്തിരിക്കുകയാണ്. ഒറ്റ നിരക്കിനാണ് 30 കുട്ടികളെ എടുത്തിരിക്കുന്നത്. കോഴിക്കോടേക്ക് കൊണ്ടുപോകാനാണ്. കോഴിക്കോട് കൊണ്ടുപോകാനുള്ള കുട്ടികളാണ് ഈ ഭാഗത്ത് 30 കുട്ടികളെ വാങ്ങിയിരിക്കുന്നത്. ഒറ്റ നിരക്കിന് മേടിച്ചതാണ്. ഇവിടെ കിടിലൻ 2 പോത്തുകൾ ഇപ്പോൾ ഉണ്ട്. ഏകദേശം 1 വയസ്സിന് മേൽ പ്രായമുള്ള 2 പോത്ത് നിൽപ്പുണ്ട്. 80,000 രൂപ ചോദിക്കുന്നുണ്ട്. 80,000 രൂപ അവർ ചോദിക്കുന്നുണ്ട്. അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന വില പറഞ്ഞെടുക്കാം. അതിൽ ഒരു കുട്ടി നല്ല കിടിലൻ കുട്ടി തന്നെയാണ്. 2 നല്ല സൂപ്പർ കുട്ടികൾ തന്നെയാണ്, ഒന്നും പറയാനില്ല. നമ്മളൊരു 50 രൂപ പറഞ്ഞിട്ടുണ്ട് രണ്ടിനും കൂടി. 50,000 രൂപ രണ്ടിനും കൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് അവർ 75 രൂപ കുറച്ച് കൊടുക്കൂലെന്നാണ് പറയുന്നത്. 75,000 രൂപ കുറച്ച് കൊടുക്കൂലെന്ന് പറയുന്നുണ്ട്. ഇത് നല്ല സൂപ്പർ ഒരു കുട്ടി തന്നെയാണ്. ഫാം മോഡൽ കുട്ടി തന്നെയാണ്. നല്ല ചുരുട്ട് കൊമ്പ് എല്ലാം ഉള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ 55 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. 55, 56 രൂപ തികച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗത്തും കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ അത് നല്ല അടിപൊളി ഒരു പോത്തുംകുട്ടിയെ 2 പോത്തുംകുട്ടികൾ തന്നെയായിരുന്നു. 56 പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നില്ല. അവർ ലാസ്റ്റ് 70 രൂപ ഇട്ടാതെ കൊടുക്കില്ലെന്നാണ് പറയണത്. 70 രൂപ ഇട്ടാതെ കൊടുക്കില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളതിൻ്റെ കച്ചവടം വിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊല്ലത്തേക്കുള്ള സുഹൃത്തിന് വേണ്ടി ഒരു ചെറിയൊരു പോത്തുംകുട്ടിയെ കൂടെ എടുത്തിരിക്കുകയാണ്. ചെറിയൊരു പോത്തുംകുട്ടിയെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. വേറെ 2 കുട്ടികളെ കൂടി എടുത്തിട്ടുണ്ട്. അത് വണ്ടിക്കാരെ ഏൽപ്പിച്ച് നമ്പർ ഇട്ടിട്ടുണ്ട്. ഇനിയും പോത്തുകുട്ടികൾ കുറച്ച് നിൽപ്പുണ്ട്. ഒത്തിരി എല്ലാവരും തിരിഞ്ഞെടുത്തതിൻ്റെ ബാക്കിയാണ് ഇനി അവിടെ നിൽക്കുന്നത്. ഇത്തിരി കൊമ്പൊക്കെ ഉള്ള കുട്ടിയാണ്. കൊമ്പൊന്നും വിഷയമല്ലേ, പ്രശ്നമില്ല. ആ പശുവിൻ്റെ സൈഡിൽ നിൽക്കുന്ന 2 കുട്ടികളെ കൂടെ എടുത്തിട്ടുണ്ട്, പോത്തുകുട്ടികളെ. അങ്ങനെ ഈ ആഴ്ച നമുക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പോത്തുകുട്ടികളെ കന്നുകളൊക്കെ എടുക്കാൻ നടന്നുകൊണ്ട് വീഡിയോ എടുപ്പ് നടന്നില്ല. അതാണ് വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറഞ്ഞു പോയത്. നമ്മൾ 40 കുട്ടി എടുത്തത് അത് വണ്ടി കയറ്റി വിട്ട് അവർ വണ്ടി പുറപ്പെട്ട് പോയി കോഴിക്കോടേക്ക്. ഇനിയിപ്പോൾ ഈ ആഴ്ച നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങുന്നു. ഇനിയും കുറച്ച് കുട്ടികൾ അവിടെ കച്ചവടത്തിനായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിലൂടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.